Hello, welcome to Red Short Talks. സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 സൂചികയിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കുകയാണ്. ഓഗസ്റ്റ് 1 വരെയുള്ള ഡേറ്റ വെച്ചിട്ട് തിങ്കളാഴ്ച, അതായത് ഓഗസ്റ്റ് 4ലേക്ക് എന്തൊക്കെയാണ് സാധ്യതകളെന്ന് നോക്കാം. തീർച്ചയായും. കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു ഘടന, പിന്നെ പ്രധാനപ്പെട്ട ലെവലുകൾ, അതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തുടങ്ങാം അല്ലേ? അതെ, തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിന്റെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ വിലയുടെ ചലനങ്ങൾ, പ്രത്യേകിച്ച് ആ 1 മണിക്കൂർ ചാർട്ടിലെ ഒരു ചിത്രം വെച്ച് ഓക്കെ, തിങ്കളാഴ്ചത്തെ ട്രേഡിങ്ങിന് ഒരു വഴി കണ്ടെത്തുക. അതിന് 15 മിനിറ്റ് ചാർട്ട് നമ്മളെ സഹായിക്കും. ശരി. അപ്പം മാർക്കറ്റിന്റെ സ്ട്രക്ചർ, പിന്നെ വോളിയം, RSI പോലുള്ള ഇൻഡിക്കേറ്ററുകൾ, ഇതൊക്കെ ഒരുമിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം 1 മണിക്കൂർ ചാർട്ട് എടുക്കാം. ജൂലൈ പകുതിയൊക്കെ ആയപ്പോ നല്ലൊരു കയറ്റം നമ്മൾ കണ്ടു. ഏകദേശം 25,620 വരെ പോയി അല്ലേ? അതെ, നല്ലൊരു അപ്പ് മൂവ് ആയിരുന്നു. പക്ഷെ പിന്നെ കാര്യങ്ങൾ കുറച്ചു മാറി. പ്രത്യേകിച്ച് 24,800 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നപ്പോൾ അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാമോ? വിപണിയുടെ സ്വഭാവം മാറിയ പോലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ ചിയോത്, അതായത് ക്യാരക്ടറിലെ മാറ്റം, സാധാരണ കാണിക്കുന്നത് നിലവിലുള്ള ട്രെൻഡിന് ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ്. അതായത് ബുള്ളിഷിൽ നിന്ന് ബേറിഷിലേക്ക്. അതെ, ഒരു ബേറിഷ് സൂചനയായിട്ട് അതിനെ കണക്കാക്കാം. ഇപ്പോ വില നിൽക്കുന്നത് 24,572 ശരി. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ 24,550 തൊട്ട് 24,500 വരെയുള്ള ഏരിയ, അത് മുമ്പ് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അതൊരു തടസ്സമായി, റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫ്ലിപ്പ് സോൺ ആണ്. ശരി. അപ്പോൾ ആ സോൺ ശ്രദ്ധിക്കണം. വേറെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെയാണ്? തൊട്ടുമുകളിൽ ഒരു സോൺ ഉണ്ട്, സോൺ സി എന്ന് പറയാം. ഏകദേശം 24,560 തൊട്ട് 24,600 വരെ. അതിനു മുകളിലാണ് സോൺ ബി, 24,780, 24,800. ഓക്കെ, താഴേക്കോ? സപ്പോർട്ട് എവിടെയാണ്? താഴെ അടുത്തൊരു പ്രധാന സപ്പോർട്ട് വരുന്നത് കുറച്ചുകൂടി താഴെയാണ്, സോൺ ഡി, ഏകദേശം 24,150 ടു 24,200 റേഞ്ചില്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ നോക്കുമ്പോൾ കുറച്ചൊരു ബെയറിഷ് ടോൺ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഇല്ലേ? വില താഴേക്ക് വന്നപ്പോൾ വോളിയം കൂടി, അത് ശരിയാണ്, സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നു. എന്നാൽ ഏറ്റവും അവസാനം ആ 24,800 നിന്ന് 24,570 വീണപ്പോൾ വോളിയം അത്രയും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ശരിയാണ്, നല്ലൊരു നിരീക്ഷണം. അതോടൊപ്പം RSI നോക്കിയാൽ അത് 33.32 ആണ്, ഓവർസോൾഡിന്റെ അടുത്താണ്. പോരാത്തതിന് ഒരു ബുള്ളിഷ് ഡൈവർജൻസും കാണിക്കുന്നുണ്ട്. അതെ, വില ലോവർ ലോ ഉണ്ടാക്കിയപ്പോൾ RSI ഹയർ ലോ ആണ് കാണിച്ചത്. അപ്പൊ ഇത് രണ്ടും രണ്ട് ദിശയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? അതൊരു കൺഫ്യൂഷൻ എന്നതിനേക്കാൾ മാർക്കറ്റ് തരുന്ന ഒരു സമ്മിശ്ര സിഗ്നൽ ആയിട്ട് കാണണം. വോളിയം കുറഞ്ഞത് ഒരു പക്ഷേ സെല്ലിംഗ് താൽപര്യം കുറയുന്നതിനെയോ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ ഒരു ഒരു പോസ് എടുത്തതിനെയോ സൂചിപ്പിക്കാം. ശരി. ബുള്ളിഷ് ഡൈവേർജൻസ് പറയുന്നത് താഴോട്ടുള്ള ആ ഒരു വീഴ്ചയുടെ ശക്തി കുറയുന്നു എന്നാണ്. അതൊരു തിരിച്ചുകയറ്റത്തിനുള്ള ഒരു ബൗൺസിനുള്ള സാധ്യത തരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ഉറപ്പല്ല. ഡൈവേർജൻസ് കണ്ടു എന്ന് വെച്ച് ഉടനെ വാങ്ങാൻ ചാടരുത്. അതിന് വേറെ കൺഫർമേഷൻ കൂടി വേണം. ഓക്കെ, അപ്പോ ഈ ഒരു സാഹചര്യം വെച്ച്, അതായത് വലിയ ചിത്രം ബെയറിഷ്, എന്നാൽ ചെറിയൊരു ബൗൺസ് സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. തിങ്കളാഴ്ചത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് 15 മിനിറ്റ് ചാർട്ടിൽ എന്ത് പ്ലാനുകളാണ് നമുക്കുണ്ടാക്കാൻ പറ്റുക? ആദ്യത്തെ പ്ലാൻ ഷോർട്ട് സെല്ലിനുള്ളതായിരിക്കുമോ? അതെ, അതാണ് കൂടുതൽ ലോജിക്കലായിട്ടുള്ള ആദ്യത്തെ പ്ലാൻ. കാരണം സ്ട്രക്ചർ ബെയറിഷ് ആണല്ലോ. അപ്പോ വില തിരിച്ച് ആ ഫ്ലിപ്പ് സോണിലേക്ക്, അതായത് 24,580 മുതൽ 24,620 റേഞ്ചിലേക്ക് കയറുകയാണെങ്കിൽ, മുമ്പത്തെ സപ്പോർട്ട്, ഇപ്പോഴത്തെ റെസിസ്റ്റൻസ്. അതെ, അവിടെ വെച്ച് 15 മിനിറ്റ് ചാർട്ടിൽ വ്യക്തമായ ബെയറിഷ് സിഗ്നലുകൾ, അതായത് നല്ലൊരു ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിലോ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയോ എന്തെങ്കിലും കണ്ടാൽ, അവിടെ ഒരു ഷോർട്ട് സെൽ എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് ആ സോണിന് തൊട്ടുമുകളിൽ ഒരു 24,660 വെക്കാം. ലക്ഷ്യങ്ങളോ, ടാർഗറ്റ്സ്? താഴേക്ക് T1 ആയിട്ട് 24,440, പിന്നെ T2 24,300, ഒരു പക്ഷേ T3 ആയിട്ട് ആ പ്രധാന സപ്പോർട്ട് സോണായ 24,200 വരെയും നോക്കാം.
ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ഹോൾഡ് ചെയ്താലുള്ള പ്ലാൻ. ഇനി മറ്റേ സാധ്യത, അതായത് ആ ഡൈവർജൻസും കുറഞ്ഞ വോളിയമൊക്കെ വെച്ച് താഴെയുള്ള സപ്പോർട്ടിൽ നിന്നൊരു വാങ്ങൽ അവസരം കിട്ടിയാലോ? അതാണ് രണ്ടാമത്തെ പ്ലാൻ, ഒരു ലോങ് പ്ലാൻ. വില താഴെ നമ്മൾ മാർക്ക് ചെയ്ത പ്രധാന ഡിമാൻഡ് സോൺ ഡി, അതായത് 24,280, 24,220 ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ. അതൊരു ഫ്രഷ് സോണാണ് അല്ലേ, മുമ്പ് ടെസ്റ്റ് ചെയ്യാത്ത വാങ്ങൽ സൂചന. അതെ, അങ്ങനെ ഒരു സൂചന കിട്ടിയാൽ സ്റ്റോപ്പ് ലോസ് ആ സോണിന് തൊട്ട് താഴെ ഒരു 24,140 വെച്ച് മുകളിലേക്ക് നോക്കാം. ടാർഗറ്റ്സ് എങ്ങനെ വരും? T1 ആയിട്ട് 24,300, പിന്നെ T2 24,420, T3 ആയിട്ട് ആ റെസിസ്റ്റൻസ് സോണിന്റെ തുടക്കം വരെ, അതായത് 24,560 വരെയും നോക്കാം. ശരി, ഈ രണ്ട് പ്രധാന സോണുകളും പ്ലാനുകളും അല്ലാതെ വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ആ ORB, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്, പിന്നെ ആ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞല്ലോ. ORB ഒരു ഓപ്ഷണൽ സ്ട്രാറ്റജിയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റിലോ മറ്റുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, ശ്രദ്ധ വേണം. ഓക്കെ, മറ്റേ കാര്യം ആ നോമാൻസ് ലാൻഡ്, അതായത് ഏകദേശം 24,300നും 24,500നും ഇടയിലുള്ള സ്ഥലം. അത് പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഈ ട്രേഡ് ഒഴിവാക്കാൻ പറയുന്നത്? കാരണം അത് നമ്മുടെ പ്രധാന സപ്പോർട്ടിനും താഴെ 24,200നും റെസിസ്റ്റൻസിനും മുകളിൽ 24,560നും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ സാധാരണയായി വിലക്കൊരു വ്യക്തമായ ദിശയുണ്ടാകില്ല. ഒരുപാട് ചാഞ്ചാട്ടങ്ങൾ, നോയ്സ് കൂടുതലായിരിക്കും. സൈഡ് വേസ് പോകാൻ സാധ്യതയുണ്ട്. അതെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനങ്ങൾ. അവിടെ ട്രേഡ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പ്രധാന ലെവലുകളിൽ വിലയെത്തുമ്പോൾ മാത്രം എൻട്രി നോക്കുന്നതാണ് നല്ലത്. അപ്പോ ചുരുക്കത്തിൽ നിഫ്റ്റി 50യുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ബേറിഷ് ഘടനയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഷോർട്ട് ടേമിൽ ചെറിയൊരു ഓവർസോൾഡ് കണ്ടീഷനും ഡൈവർജൻസുമുണ്ട്. ശരിയാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മുകളിലെ 24,560, 620 റെസിസ്റ്റൻസ് സോണും താഴത്തെ 24,180, 220 സപ്പോർട്ട് സോണുമാണ്. ഈ സോണുകളിൽ കിട്ടുന്ന സിഗ്നലുകൾ അനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഇതിലൊരു പ്രധാന കാര്യം, നമ്മൾ ഈ 2 ടൈം ഫ്രെയിം ഉപയോഗിച്ചതാണ്. 1 മണിക്കൂർ ചാർട്ട് വെച്ച് വലിയ ചിത്രം മനസ്സിലാക്കി 15 മിനിറ്റ് വെച്ച് എൻട്രിക്കും എക്സിറ്റിനും വേണ്ടി പ്ലാൻ ചെയ്തു. അത് മാർക്കറ്റിലെ നോയ്സ് കുറയ്ക്കാൻ സഹായിക്കും അല്ലേ? തീർച്ചയായും, കൂടുതൽ വ്യക്തത കിട്ടും. അപ്പോ കേൾക്കുന്നവർക്ക് ഇതൊരു നല്ല ദിശാബോധം നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ട്രിഗറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെയും റിസ്ക് മാനേജ് ചെയ്യുന്നതിന്റെയും പ്രാധാന്യം മറക്കരുത്. തീർച്ചയായും. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത പങ്കുവെക്കട്ടെ. നമ്മൾ ഈ കണ്ട പ്രധാന ഡിമാൻഡ് സോൺ 24,150, 24,200. തിങ്കളാഴ്ച ചിലപ്പോൾ എന്തെങ്കിലും വാർത്തകളോ ഗ്ലോബൽ ക്യൂസോ വരാം. അപ്പോ ആ ഡൈവർജൻസിന്റെ ബലത്തിൽ അവിടെ ബയ്യേഴ്സ് ശക്തമായി വരുമോ, അതോ സെല്ലേഴ്സ് ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമോ? ആ ലെവലിലെ വില എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കുന്നത് വളരെ നിർണായകമാകും അല്ലേ? അതെ, അത് ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ മാർക്കറ്റിന്റെ ഗതി ഒരു പക്ഷേ അവിടെ തീരുമാനിക്കപ്പെട്ടേക്കാം.